സെർച്ച് കമ്മിറ്റി പ്രതിനിധി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിനിധിയെ നിശ്ചയിക്കാനാകാതെ കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ യോഗം ചേർന്നുവെങ്കിലും VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിശ്ചയിച്ചില്ല. ഗവർണറുടെ അന്ത്യശാസനത്തിൽ ഈ മാസം 13-ന് വീണ്ടും യോഗം ചേരും. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കാർഷിക സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജനറൽ കൗൺസിൽ യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നിശ്ചയിക്കാതെയാണ് യോഗം പിരിഞ്ഞത്. ഫെബ്രുവരി 13-ന് വീണ്ടും നോട്ടീസ് നൽകി സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേരുമെന്ന് VC അറിയിച്ചിരിക്കുകയാണ്. 20 ഔദ്യോഗിക അംഗങ്ങളും 15 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടെ 52 പേരുള്ള കൗൺസിലിന്റെ കോറം 10 ആണ്. CPM-ന്റെയും CPI-യുടെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഴുവനും മുൻ നിശ്ചയപ്രകാരം വിട്ടുനിന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 4 പ്രതിനിധികളും ചില ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഗവർണറുടെ പ്രതിനിധികളെ ഇതേവരെ നാമനിർദ്ദേശം ചെയ്തിട്ടുമില്ല. യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ അവസരവും നൽകിയിരുന്നു. കഴിഞ്ഞ 1 വർഷമായി B. അശോക് VC-യുടെ താൽക്കാലിക ചുമതലയിൽ തുടരുകയാണ്. നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി അവഗണിച്ച് നിലവിലെ നിയമമനുസരിച്ചും ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നടപടിയാണ് LDF എതിർക്കുന്നത്. ഈ മാസം 16-ാം തീയതി കേരള സർവകലാശാലയിലും 17-ന് കുസാറ്റിലും സെർച്ച് കമ്മിറ്റി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. കേരളയിൽ യോഗം നേരിട്ട് നടത്തുന്നതിനോടൊപ്പം ഓൺലൈനായും പങ്കെടുക്കാൻ അവസരമുണ്ടാകണമെന്ന് അംഗങ്ങൾ ആവശ്യവും അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.